ജേർണലിസം ഒരു കാലഘട്ടത്തിൽ മലയാളികൾ വളരെയധികം ഇഷ്ടപ്പെട്ട, എന്താ പറയുക, ഇൻ്റലക്ച്വൽ ഇൻവോൾവ്മെൻ്റ് ആവശ്യമുള്ള ഒരു മേഖലയായി അംഗീകരിച്ച ഒരു മേഖലയാണ്. പക്ഷേ ഈ വിഷ്വൽ ജേർണലിസം കാലഘട്ടം തുടങ്ങിയതോടുകൂടി സ്ത്രീകൾ പ്രിന്റ് ജേർണലിസത്തിലേക്ക് വരുന്നതിൽ ഗണ്യമായ കുറവ് സംഭവിക്കുകയും പൊടുന്നനെ എല്ലാവരും വിഷ്വലിലേക്ക് തിരിയുകയും ചെയ്യുകയുണ്ടായി. പ്രിന്റ് ജേർണലിസത്തിൽ നമുക്ക് മുകളിലേക്ക് ചെല്ലുന്നവരും നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒന്നോ രണ്ടോ പേരുകളെ ഇപ്പോഴും പ്രിന്റ് ജേർണലിസത്തിൽ ഇത്രയും കാലം കഴിഞ്ഞിട്ട് മലയാളത്തിലുള്ളൂ എന്നുള്ള സാധ്യത കുറവാണോ? കാരണം ടെക്നോളജിക്കലി ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലോ, അത് ഒരുപാട് സാധ്യതകൾ. അല്ലാതെ ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു മേഖലയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾക്കുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലിയ പങ്കാണ് നമ്മുടെ ഇതിനകത്ത്. പക്ഷേ ആ ടെക്നോളജി കൊണ്ട് വന്ന ഒരു ഗുണപരമായ മാറ്റം നമുക്ക് മാധ്യമരംഗത്തുണ്ടായിട്ടില്ല. അന്നും ഇന്നുമുള്ള അപജയങ്ങൾ അത് കുറച്ചുകൂടെ അപകടകരമായ രീതിയിൽ പുതിയ സാങ്കേതികത കൊണ്ട് സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണെങ്കിലും നമ്മൾ ചിത്രീകരിക്കുന്ന സ്ത്രീ ജീവിതങ്ങൾ എങ്ങനെയാണെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ പറഞ്ഞതുപോലെയാണ്, ഇപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് പ്രളയം വരുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ വീടുകളിലുള്ള സ്ത്രീകളെ കുറിച്ച് ആലോചിച്ചു. അവർ ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയായിരിക്കണം ഭക്ഷണം, അതൊരു സ്ത്രീപക്ഷ ചിന്തയാണ്. അതുപോലെ തന്നെ ഈ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളിലും സ്ത്രീകളില്ലാത്തതിൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു റിപ്പോർട്ടിംഗ് മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ആദ്യം പോവുക ഇത്തരം വിഷയങ്ങളിലാണ്. ആ ഇരയാക്കപ്പെടുന്ന സ്ത്രീകളുടെ എന്താണ് അവസ്ഥ? ഈ കേരളത്തിൽ നടന്ന ലൈംഗിക പീഡന റിപ്പോർട്ടിങ്ങുകളിലെല്ലാം പിന്നെ ആ പ്രമാദമായ റിപ്പോർട്ടിങ്ങുകളിലെല്ലാം സ്ത്രീകളില്ലാത്തതിൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. പുരുഷവാക്കുകളാണ് അതിലൂടെ മാത്രമല്ല, ഒരു കേസ് ഞാൻ പറയാം. നമ്മളെല്ലാം അറിയുന്ന സൂര്യനെല്ലി പെൺകുട്ടിയുടെ കേസിൽ ഇവിടെ 20 കൊല്ലമായി ഇന്നും നീതി കിട്ടിയിട്ടില്ല. ആ പെൺകുട്ടിയുടെ 16 വയസ്സിലാണ് ആ പെൺകുട്ടിക്ക് ഇത് സംഭവിക്കുന്നത്. ആ 16 വയസ്സ് വരെയുള്ള അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ കഥകളും പുറത്തെടുത്തിട്ട് അവളെ വേട്ടയാടിയ 42 പുരുഷന്മാരുടെ ഒരു കഥയെങ്കിലും ഏതെങ്കിലും മാധ്യമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഈ കുട്ടിയെ ഉപദ്രവിച്ചവരാണ്, ഈ കുട്ടിയെ സെക്ഷലി ഹറാസ് ചെയ്തവരാണ്. അവരെല്ലാം സുഖമായി അവരുടെ കുടുംബത്ത് കഴിയാണ്. പക്ഷേ ഈ 16 വയസ്സുള്ള ഈ കുട്ടിക്ക് അവരുടെ ചാബല്യമുണ്ടതിൽ. അത് ഒരുപാട് ഡിബേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. അതെങ്ങനെയാണ് ഒരു സ്ത്രീ അങ്ങനെ ആക്കപ്പെടുന്നത്? പ്രണയം ഒരു കുറ്റമൊന്നുമല്ല നമ്മുടെ രാജ്യത്ത്. പക്ഷേ നിത്യമായി വേട്ടയാടി കൊണ്ടേയിരുന്നത് ഒരു വ്യത്യാസവുമില്ല. നീതിപീഠങ്ങളാണെങ്കിലും നിയമപാലകരാണെങ്കിലും ഭരണകൂടങ്ങളാണെങ്കിലും എല്ലാം. അപ്പം ഒരേ രീതിയിലാണ് ആ വിഷയത്തെ കണ്ടത്. അതുകൊണ്ട് നമ്മൾ കണ്ടത് ഇപ്പം നിർഭയയുടെ കേസിൽ നമ്മൾ കണ്ടല്ലോ. എന്താ പറഞ്ഞത്? വക്കീൽ തന്നെ പറഞ്ഞു, ജഡ്ജാണ് ചോദിച്ചത്, എൻ്റെ മകളായിരുന്നെങ്കിൽ ഞാൻ പച്ചയ്ക്ക് തീ കൊളുത്തുമായിരുന്നു. എന്താണ്? ഒരു അന്യപുരുഷന്റെ കൂടെ അവൾ ആ സമയത്ത് പോയി. അപ്പം നമ്മൾ ശരിക്കും പറയാമെങ്കിൽ നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് സ്ത്രീ, എന്താണ് ഈ രാജ്യത്തെ സ്ത്രീ? 3 മേഖലകളിൽ, ഒന്ന് പൊതു ഇടത്തിൽ, ഒന്ന് തൊഴിലിടത്തിൽ, ഒന്ന് വീട്ടിടത്തിൽ, എങ്ങനെയാണ് ഒരു സ്ത്രീയെ ചിത്രീകരിക്കപ്പെടുന്നത്? എങ്ങനെയാണ് ആ സ്ത്രീ ജീവിക്കുന്നത്? അതിൻ്റെ ബാക്കി പത്രമാണ് അവളെ പിന്തുടർന്നു വരുന്ന എല്ലാ ദുരന്തങ്ങളും. കയ്യെത്തി പിടിക്കാൻ പറ്റുന്നില്ല പലതും, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നേടിയെടുക്കാൻ പറ്റുന്നില്ല. 5 ഇരട്ടി പുരുഷനേക്കാൾ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ഒരു റിവാർഡുമില്ല. നേരം വെളുത്താൽ ഇരുട്ടുന്നവരെ ഒരു വീട് കൊണ്ട് നടക്കുന്നു. ആ തൊഴിൽ എവിടെയും കാണുന്നില്ല. അവളുടെ ആ ഒരു എന്താ പറയുക, പിന്നെ എനർജി സ്പെൻഡ് ചെയ്യുന്നത് ആരും കണക്കിലെടുക്കുന്നില്ല. എനിക്കിങ്ങനെ ഓർമ്മ വരുന്ന മാധവിക്കുട്ടിയുടെ ഒരു ചെറിയ കഥയുണ്ട്, കോലാട് എന്ന് പറയുന്നൊരു കഥ. ഒരു വായിച്ചു കാണും. അതിലിങ്ങനെ ഒരു സ്ത്രീ, ഒരു അമ്മയും അച്ഛനും 2 കുട്ടികളുള്ള ഒരു കുടുംബമാണ്. അതിലിങ്ങനെ അവൾ നേരം വെളുത്ത ഇരുട്ടുന്നവരെ വീട്ടു ജോലി ചെയ്യുവാണ്. എത്ര തവണ നമ്മൾ അമ്മയെന്ന് വിളിക്കും മക്കളെ, അല്ലേ? എല്ലാ കാര്യത്തിനും അച്ഛനെന്നേൽ കൂടുതൽ അമ്മയാണ് വിളിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അവൾ ഒരിക്കൽ രാവിലെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പം, പ്രാതലിനിരുന്നപ്പം മകൻ തമാശയായിട്ട് പറഞ്ഞു, അമ്മയെ കാണാൻ ഒരു കോലാടിനെ പോലെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ചിരിച്ച് അവളത് ആസ്വദിച്ചു. പക്ഷെ അവരെല്ലാം സ്കൂളിൽ വിട്ടു, ഭർത്താവിനെ ഓഫീസിൽ വിട്ടു. എന്നിട്ട് അവൾ കണ്ണാടിക്ക് മുമ്പിൽ കയറി നിന്ന് നോക്കി അവളുടെ മുഖം. അപ്പോഴാണ് അവൾ കാണുന്നത് കവിളൊട്ടിയിട്ടുണ്ട്, ഒരുപാട് തേയ്മാനം വന്നിരിക്കുന്നു. അപ്പോഴാണ് അവൾ ആലോചിക്കുന്നത്, മോൻ പറഞ്ഞത് അവൾക്ക് വല്ലാതെ ഫീൽ ചെയ്തു. അവളെ കണ്ണിൽ നിന്ന് കണ്ണീരൊന്നും, പക്ഷെ അവൾക്ക് അറിയാൻ സമയമില്ല. അപ്പോഴേക്ക് പാത്രങ്ങൾ കൂടി കിടക്കുന്നു, തുണി അലക്കണം, അവൾ ഓടുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു ജീവി അവിടെ ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല. സാധാരണഗതിയിലെല്ലാം ഇതെല്ലാം അവർക്കുള്ള അവകാശങ്ങളാണ്, അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അമ്മ. അതിൽ ചോദ്യങ്ങളില്ലല്ലോ.
അപ്പോൾ ഒരു ദിവസം മകനൊരു നെല്ലിക്ക കൊണ്ടുവരും വീട്ടിൽ നിന്ന്, സ്കൂളിൽ വിട്ട് വരുമ്പോൾ. അപ്പം അമ്മയ്ക്ക് എന്നിട്ട് കൊണ്ടുകൊടുക്കും. ആ നെല്ലിക്ക വാങ്ങി അവൾ അടുക്കളയിൽ പോയി നിന്ന് കരയും. മകൻ അമ്മയെ ഓർത്ത ഒരു നിമിഷമാണത്. അവസാനം എന്തിനു പറയുന്നു, അവൾക്ക് വയറുവേദന വന്നു, എന്താണെന്നറിയില്ല. ചെറിയ കഥയാണ്, പക്ഷെ വയറുവേദന ഒന്നും എന്താണെന്നറിയില്ല. ഒടുവിൽ അവൾ പെട്ടെന്ന് വീഴുകയാണ്. വീണപ്പോഴാണ് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു, അവൾക്ക് പിന്നെ ജോണ്ടിസ് ആണ്, അത് വളരെ ക്രിട്ടിക്കലാണല്ലോ എന്ന് പറയും. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അവളിങ്ങനെ സ്ട്രെച്ചർ കൊണ്ടുപോകുമ്പം അബോധാവസ്ഥയിൽ അവൾ പറയാണ്, അടുപ്പത്ത് പരിപ്പ് വേവുന്നുണ്ടോ എന്ന് അവൾ പറയും. മാധവിക്കുട്ടിയുടെ കഥയാണ്. മാധവിക്കുട്ടിയുടെ കോലാട്. നമ്മൾ ഈ ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാ ഫൈറ്റും ആരംഭിക്കുന്നത്. ഇത് നമ്മുടെ ജോലി തന്നെയാണ് എപ്പോഴും. അത് ഇനി എങ്ങനെ വന്നാലും, രാഷ്ട്രീയക്കാരിയായാലും ശരി, IAS കാരിയായാലും ശരി, നിങ്ങൾ ആരോ ആയാലും ശരി, നിങ്ങൾ ഇത് നിർവഹിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് സമൂഹം നിരന്തരം ചോദിക്കുന്നത്. അതിന് ജാതി കൂട്ടാണ്, മതം കൂട്ടാണ്, രാഷ്ട്രീയം കൂട്ടാണ്. രാഷ്ട്രീയത്തിൽ എത്ര ഇപ്പം 22 വർഷമായി സംവരണത്തിന് വേണ്ടി വനിതാ സംവരണ ബില്ല് കിടക്കുക, പാർലമെന്റിൽ പാസ്സാക്കാൻ പറ്റുന്നില്ല. സ്ത്രീകളില്ലാഞ്ഞിട്ടാണ്. രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന വേദികളിൽ സ്ത്രീകളില്ല. പൊളിറ്റിക്കൽ പാർട്ടിയിൽ പോളിസി മേക്കിംഗ് അവര് എപ്പോഴും ഈ ചോദിക്കും, അതായത് സ്ത്രീകൾക്ക് എന്താ പ്രശ്നം, സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ, അവര് മുന്നോട്ട് വന്നാൽ നമുക്ക് അവസരം കൊടുക്കാമല്ലോ, അല്ലാതെ സംവരണം എന്തിനാ. പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്താൽ, ഈ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കുട്ടികളുടെ കാര്യം തന്നെ ഒരു ഉദാഹരണം എടുക്കാം. അവരുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് 6 മണിക്ക് തിരിച്ച് ഹോസ്റ്റലിൽ കയറണം. അവർ ആവശ്യപ്പെടുന്ന പെൺകുട്ടികൾ ഒരു കൂട്ടമായിട്ട് കുറച്ച് നാൾ മുമ്പ് ഒരു സമരം ഉണ്ടായിരുന്നു. അവർ പറയുന്നത്, ഞങ്ങൾക്ക് ലൈബ്രറി പോകാനുള്ള ഒരു അവസരം, ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ലൈബ്രറി പോകണം. ആ പോകാനുള്ള അവസരം വാർഡൻ നിഷേധിക്കണം. കാരണം 6 മണി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിന് എന്തോ ഭീമമായ അപകടം സംഭവിക്കുമെന്ന് നമ്മൾ പറഞ്ഞ് ധരിപ്പിച്ചു വയ്ക്കും. അങ്ങനെ വയ്ക്കും. ഇനി നമ്മൾ വയനാട്ടിലൊക്കെ പുലിയും കടുവയും ഒക്കെ ഇറങ്ങുമ്പോൾ ഭീകരജീവിയാണ്, നമ്മളെ ഉപദ്രവിക്കും എന്നുള്ള ഒരു ധാരണ. വാസ്തവത്തിൽ കടുവ ഒരു പാവം ഒരു മൃഗമാണ്, അതൊന്നും ചെയ്യില്ല, മനുഷ്യനാണ് കൂടുതൽ. എന്നാലും അങ്ങനെയാണ് നമ്മുടെ ധാരണ. ഈ കടുവ ഇറങ്ങുമ്പോൾ നമ്മൾ മനുഷ്യന്മാരെ കൂട്ടിൽ അടച്ച് അകത്തേക്ക് ഇടുകയല്ല ചെയ്യണേ. ആ കടുവയെ ഹിംസ്ര ജന്തു എന്ന് നമ്മൾ വിചാരിക്കണ ആളെയാണ് കൂട്ടിനകത്തിരുന്നത്. മനുഷ്യരുടെ കാര്യം നേരെ തിരിച്ച. 6 മണിക്ക് ശേഷം ഇറങ്ങിയാൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ അടച്ചിടുന്നതിന് പകരം 6 മണിക്ക് ശേഷം എന്നാൽ ഇവര് പുരുഷന്മാരെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് അപ്പോൾ പഠിക്കാനുള്ള അവസരം, ഇൻഫർമേഷൻ, പുതിയ ഇൻഫർമേഷൻ, വിവരങ്ങൾ തേടാനുള്ള അവസരം, ഇതൊക്കെ നിഷേധിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ മറ്റേ പോലെ തന്നെ മുന്നോട്ട് വന്നോളൂ.